والسلام على سيدنا محمد أرسله إلى كافة الخلق لإظهار الإيمان وعلى آله وصحبه الذين جاهدوا بإزالة الكفر والطغيان. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فأعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله مولانا العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم اجعل نصيحتنا نصيحة مؤثرة في قلوب الناس. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശുദ്ധമായ റമദാനിലെ മുഴുവൻ സുഹൃത്തുക്കളും സ്വീകരിക്കുമാറാവട്ടെ. റമദാനിൽ വന്നു ഭവിച്ച മുഴുവൻ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായും അല്ലാഹു മാപ്പാക്കി ശുദ്ധമായ നിർമ്മലമായ കൽബിൻ്റെ ഉടമകളായി അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടാനും നമുക്ക് ഏവർക്കും അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ശിലയായി എണ്ണിപ്പറഞ്ഞ സവിശേഷ ഇബാദത്താണ് ഈ വിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത്. ധാരാളം അമലുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമസ്കാരം പോലെ, സക്കാത്ത് പോലെ ധാരാളം അമലുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് നമുക്ക് കാണാം. അതായത് ഉറൽ ഇസ്ലാമി വ ഖവായിദു ദീനി സലാസത്തുൻ അലൈഹിന്ന ഉസ്സിസൽ ഇസ്ലാമു മൻ തറക്ക മിൻഹുന്ന വാഹിദത്തുൻ വഹുവ ബിഹാ കാഫിറുൻ ഹലാലുദ്ദമി ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്സലാത്തുൽ മക്തൂബ വസ്സൗമു റമളാൻ. ഈ മൂന്ന് കാര്യങ്ങളാണ്. അതായത് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ അടിത്തറയായ മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയത്. ഉറൽ ഇസ്ലാമി, ഇസ്ലാമിൻ്റെ പിടിവള്ളിയാണ് എന്ന് പറഞ്ഞാൽ, ഒരു പിടിവള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാധനത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ താങ്ങി നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പിടിവള്ളി, ഒരു പട്ടം നമ്മുടെ കയ്യിലിരിക്കുന്നു. അത് നമ്മൾ പറത്തിയ ആകാശത്തേക്ക് എത്രയോ ഉന്നതിൽ പോകും. അപ്പോഴൊക്കെ നമ്മൾ ബലവത്തായ ഒരു പിടി നമ്മുടെ കയ്യിലുണ്ടാകണം. പിടി വിട്ടുപോയാൽ എന്താവും? നമ്മൾ ഉദ്ദേശിച്ചൊരു എന്തുണ്ടാവില്ല, ഒരു ആനന്ദം അതിലുണ്ടാവില്ല. അത് വിട്ടുപോകും. അങ്ങനെയാണ് പട്ടത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പിടിവള്ളി നമ്മുടെ കയ്യിലുണ്ടാവും. ആ പിടിവള്ളിയാണ് നാളെ ആഖിറത്തിൽ, പരലോകത്തിൽ രക്ഷപ്പെടാനുള്ള വിശുദ്ധമായ ദീനിലെ ചില പിടിവള്ളികളിൽ, ഒന്ന് രണ്ട് പിടിവള്ളികളെ കുറിച്ചിട്ടാണ്, ചരടുകളെ കുറിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞത്. എന്താ? സലാസുൻ അലൈഹിന്ന ഉസ്സിസൽ ഇസ്ലാം. ഈ മൂന്ന് കാര്യങ്ങളുടെ മേലാണ് വിശുദ്ധമായ ഇസ്ലാമിന് അസ്ഥിവാരം ഇട്ടിട്ടുള്ളത്, ശില പാകിയിട്ടുള്ളത് എന്നർത്ഥം. കണ്ടോ? മൻ തറക്ക മിൻഹുന്ന വാഹിദത്തൻ. ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്നും ഒരു കാര്യത്തെ ആരെങ്കിലും ഉപേക്ഷിച്ച് കളഞ്ഞാൽ ഫഹുവ ബിഹാ കാഫിറുൻ ഹലാലുദ്ദമി എന്നാണ്. അതായത് ഒരു ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ ആ മനുഷ്യനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാന്നാണ്. ഇവിടെ നമ്മുടെ രാജ്യത്ത് പറ്റില്ല. നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ്. ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മുസ്ലിമും മതമുള്ളവരും മതമില്ലാത്തവരും നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ അവർക്ക് അവരവരുടെ വിശ്വാസം അനുസരിച്ച് സുഗമമായി പോകാൻ പറ്റുന്ന മണ്ണാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ഇവിടെ ഈ നിയമം ബാധകമാകില്ല. ഈ നിയമം ബാധകമാകുന്നത് ഇതാണ് ഇമാമുള്ള, ഖാദിയുള്ള, ഇസ്ലാമിക കോടതിയുള്ള രാജ്യത്താണെങ്കിൽ
കൊലക്കുറ്റത്തിന് പോലും കേസെടുക്കാൻ പറ്റുന്ന ഒരു തെറ്റാണ് ഇവൻ ചെയ്യുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ഷഹാദത്ത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ഒന്ന്. വസ്സലാത്തുൽ മക്തൂബത്തു, അതായത് ഫർളാക്കപ്പെട്ട നമസ്കാരം. മൂന്ന്, വസൗമു റമളാന, റമളാനിലെ നോമ്പ് പിടിക്കല്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഹദീസ് വളരെ ഗൗരവമുള്ളപ്പെട്ട കാര്യമാണ്. ഇത് പറയുന്നതിലൊന്നും വിശ്വാസമില്ലാതെ നോമ്പിനെ ഉപേക്ഷിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഇവിടെ കടുത്ത വാക്കുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇത് കൊലക്കുറ്റത്തിന് കേസെടുക്കുന്ന നമസ്കാരം ഉപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ റമളാനിലെ നോമ്പ് മനഃപൂർവ്വമായി അതിന്റെ ഗൗരവത്തെ പരിഗണിക്കാതെ പരിഹാസ്യ രൂപേണ ആക്ഷേപിച്ചുകൊണ്ട് അപഹാസ്യപ്പെടുത്തിക്കൊണ്ടൊരു മനുഷ്യൻ നടന്നാലേ ആ മനുഷ്യനെതിരെ കൊലക്കുറ്റത്തിന് ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ, ഇമാമുള്ള രാജ്യത്താണെങ്കിൽ, കോടതിയുള്ള രാജ്യത്താണെങ്കിൽ കേസെടുക്കണമെന്നാണ്. കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നത് അത്രയും ഗൗരവമുള്ള തെറ്റാണ്. അത്തരം ആളുകൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന കാലമാണിത്, അല്ലേ? ധാരാളം ആളുകൾ, ഒരുപടി ആളുകൾ നോമ്പെടുക്കുമ്പോൾ നോമ്പിന്റെ മര്യാദകളും മാന്യതകളൊക്കെ പാലിച്ച് അള്ളാഹുവിന്റെ അതിഥിയെ ബഹുമാനിച്ച് ആദരിച്ച് അനുസരിച്ച് അനുധാവനം ചെയ്ത് നടക്കുമ്പോൾ ഒരുപടി ആളുകൾ ഇന്നും ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ നടക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ അറിഞ്ഞിട്ടും പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിൽ വേറെ ചില നിസ്സാര കാരണം പറഞ്ഞ് നോമ്പിനെ ഉപേക്ഷിക്കുന്നവരുണ്ട്. നിസ്സാര കാരണം പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, വെറുതെ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നോമ്പിനെ വെറുതെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല. യാത്രക്കാരനായിരിക്കണം, രോഗിയായിരിക്കണം, വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞു. ആ ഡോക്ടർ പറഞ്ഞെങ്കിൽ എന്താണ്, ഒരു നേരം മരുന്ന് മെഡിസിൻ മുടക്കാൻ പാടില്ല എന്ന് വിദഗ്ധനായ ഒരു ഡോക്ടർ പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ബലം പിടിച്ചിട്ട് നോമ്പ് പിടിക്കാൻ പറ്റില്ല. അത് ഇതിനെതിരാണ്. ഞാൻ നോമ്പ് പിടിക്കും, എനിക്ക് നോമ്പ് പിടിക്കണം, ഞാൻ നോമ്പ് വിടില്ല, അങ്ങനെയൊന്നും വാശി പിടിക്കാൻ പാടില്ല. അങ്ങനെ ഇല്ല ദീനിൽ. ഒരു ശരീരത്തെ ബുദ്ധിമുട്ടിച്ച് പ്രയാസപ്പെടുത്തി ഒരമലും വിശുദ്ധമായ ദീൻ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നിസ്കാരമാണെങ്കിലും അങ്ങനെ തന്നെ. ഇന്ന് നിസ്കരിക്കാൻ പറ്റില്ലാത്തവരിൽ ഇരുന്നിട്ട് നിസ്കരിക്കണം, നിസ്കരിക്കാൻ പറ്റാത്തവർ കിടന്ന് നിസ്കരിക്കണം, കിടക്കാൻ പറ്റാത്തവർ ആംഗ്യം കാണിക്കണം, ആംഗ്യം കാണിക്കാൻ പറ്റാത്തവർ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കണം, കണ്ണുകൊണ്ട് നടക്കാൻ പറ്റാത്തവർ മനസ്സുകൊണ്ട് ചെയ്യണം. മനസ്സിലായില്ലേ? ആ ഒരു കാര്യത്തിൽ മാത്രമാണ് അത്രയും ഒരു കാർക്കശ്യ ബുദ്ധിയോടെ ദീൻ നമ്മൾ ഇബാദത്ത് പരിചയപ്പെടുത്തിയത്. ഹജ്ജ് സാമ്പത്തികം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, സക്കാത്ത് പൈസ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, നോമ്പ് ആരോഗ്യത്തോടെ ഇരിക്കുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല, യാത്രയിൽ നിന്ന് ഒഴിവാണ്, ആരോഗ്യമുണ്ട്, രോഗമൊന്നും ഇല്ലെങ്കിൽ പിടിക്കണം. അങ്ങനെ എല്ലാ ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഇളവുകൾ നമ്മൾ ഉപയോഗപ്പെടുത്താൻ കുഴപ്പമില്ല. പക്ഷേ ഇതൊന്നും അല്ലാതെ വളരെ മനഃപൂർവ്വം ചില ആളുകൾ ഈ നോമ്പിനെ പരിഹസിച്ചുകൊണ്ട് അപഹാസ്യപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ആൾ, അവിടെയൊക്കെ വളരെ വലിയ വില നാളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, പുതുതലമുറ റമദാന്റെ കാര്യത്തിൽ വലിയ ഉദാസീനത വരുത്താതെ നാം വളരെ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ്. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഒരു മൊബൈലിന്റെ ലോകത്തിലാണ്, അവർ വേറൊരു ലോകത്താണുള്ളത്. നമ്മുടെ ചെറുപ്പക്കാരെ മാത്രമല്ല, ചെറുപ്പക്കാരികളും ഒരു പരിധിവരെ ഇപ്പോൾ ചെറുപ്പക്കാരികളാണ് കൂടുതലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ, ഒരു 10-18 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ ഇപ്പോൾ വേറെ ലോകത്താണുള്ളത്. ആൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ അവർ ആ ഒരു മൊബൈലിന്റെ ലോകത്ത്, അവർ വേറൊരു ലോകത്ത് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഉദാസീനത വരുത്താതെ ശ്രദ്ധിക്കേണ്ട ധാർമ്മികമായ ബാധ്യത വീട്ടിലെ മാതാപിതാക്കൾക്കുണ്ട്. നമ്മുടെ മക്കളെ ഇതിന്റെ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ വീട്ടിൽ വന്ന അതിഥിയാണ്, ഇതിൽ ഇന്ന കുഴപ്പങ്ങളുണ്ട്, ഇത് പിടിക്കാതെ പോയാൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, പിടിച്ചാൽ ഇന്ന കാര്യങ്ങൾ ആഖിറത്തിൽ നേട്ടമുണ്ട്, ശരീരം കൊണ്ട് അതുകൊണ്ട് ഗുണമുണ്ട്, നമ്മുടെ ഫിസിക്കലിയായി നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് വലിയ നേട്ടങ്ങൾ ദുനിയാവിലുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളെ ഇത്തരത്തിൽ ചിന്താഗതിയില്ലാതെ വഴിമാറി സഞ്ചരിക്കുന്ന, ഇതിനോട് താല്പര്യമില്ലാതെ മാറി നടക്കുന്ന ഒരുപിടി ആളുകൾ എന്താണെങ്കിലും നമ്മുടെ കുടുംബങ്ങളുണ്ടാവും, നമ്മുടെ മഹലുകളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. ഇവരെ നമ്മൾ കണ്ടെത്തണം. ഇവരെ കണ്ടെത്തി തീർച്ചയായും ഈ വിശുദ്ധമായ റമദാന്റെ പവിത്രത, നമ്മൾ അതിന്റെ ചൈതന്യത്തെ അവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ മക്കളോട്, നമുക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ നമുക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. നമുക്ക് പറയാൻ കഴിയുന്ന ആളുകളോടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ കഴിയും. ഇത് ദീനിന്റെ അടിസ്ഥാനമാണ്. നോമ്പ് പിടിക്കാൻ കഴിവുണ്ടവൻ നോമ്പ് പിടിക്കാതിരുന്നാൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടത്തിനും ഷഫാഅത്തിനും അത് തടസ്സമായി മാറും. ഇത്തരത്തിലുള്ള ഒരു ബോധനം ചെറുപ്പക്കാർക്ക്, ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇന്ന് സമുദായം നേരിടുന്ന ഭയാനകരമായ ഒരു പ്രതിസന്ധിയാണ്. പുതുതലമുറ മതത്തോട് താല്പര്യമില്ലാതെ, മതചിന്തകളോട് താല്പര്യമില്ലാതെ, മതരീതികളോട് താല്പര്യമില്ലാതെ, ഖുർആന്റെ രീതിയോട് താല്പര്യമില്ലാതെ, ഹദീസിനോട് താല്പര്യമില്ലാതെ, സുന്നത്തായി ജീവിക്കുന്നതിൽ താല്പര്യമില്ലാതെ, ഇങ്ങനെ ഭയാനകരമായ ഒരു പ്രതിസന്ധി തീർച്ചയായും നമ്മുടെ മതവിഷയത്തിൽ ഉടലെടുത്തിട്ടുണ്ടെന്നുള്ളത് വലിയ അപകടകരമാണ്. ഫാസിസത്തെക്കാൾ കൂടുതൽ അപകടമാണത്. മനസ്സിലായില്ലേ? ഇസ്ലാമിന്റെ ശത്രുക്കളെക്കാൾ കൂടുതൽ. അത് ഏതുമാവട്ടെ, ഫാസിസം ആവട്ടെ അല്ലെങ്കിൽ നാസിസം ആവട്ടെ, ഏതുമാവട്ടെ,
ആ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മതവിരോധത്തിനേക്കാൾ കൂടുതൽ നമുക്ക് നഷ്ടം സംഭവിക്കുന്നത് ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. ബാക്കി ഇസ്ലാമിൻ്റെ എതിർക്കുന്ന ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ആ ശത്രുത അങ്ങേയറ്റം എത്തിയാൽ ദുനിയാവിൽ മാത്രമേ നമുക്ക് നഷ്ടപ്പെടാനുള്ളൂ, ആഖിറത്തിലേക്കുന്ന കാര്യമായ നഷ്ടങ്ങളൊന്നും സംഭവിക്കാറില്ല. നേരെ മറിച്ച് ഇത്തരത്തിൽ ചിന്താഗതിയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ആഹാരം നഷ്ടപ്പെട്ടു പോകുന്നുള്ളത്. ഒന്നാമതായി ഈ കുട്ടികളെ മതത്തിൽ നിന്നും അകറ്റാൻ മതവിരുദ്ധ ശക്തികൾ കിണഞ്ഞ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുഭാഗത്തും അവരെ വല വിരിച്ചിരിക്കുകയാണ്. പള്ളിയുടെ ചുറ്റുഭാഗത്തും, അവർ പഠിക്കാൻ പോകുന്ന കോളേജിന്റെ ചുറ്റുഭാഗത്തും, അവരുടെ സ്കൂളുകളുടെ ചുറ്റുഭാഗത്തും, പെട്ടിക്കടകളിൽ പോലും ഇത്തരത്തിൽ കെണി വലയങ്ങൾ ഒരുക്കി നമ്മുടെ മക്കളെ മതചിന്തകളിൽ നിന്നും ഊരിയെടുത്ത് കൊണ്ടുപോകാൻ, അവർ റാഞ്ചി കൊണ്ടുപോകാനുള്ള വലിയൊരു സംഘമായി നമ്മുടെ നാടുകളിൽ തോരാതെ ഇങ്ങനെ വഴിയോരങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ നിരന്തരമായി ജാഗ്രതയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വിശുദ്ധമായ റമദാന്റെ ചൈതന്യം നമ്മുടെ മക്കളിലേക്ക് ആവഹിച്ചു കൊടുക്കാൻ നിതാന്തമായ ജാഗ്രതയും വലിയ താല്പര്യവും കൂർമ്മബുദ്ധിയും തീർച്ചയായും നമ്മുടെ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് നമ്മുടെ മക്കളോട് സമീപനത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അതായത് ഇവരുടെ കരവലയത്തിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി നിതാന്തമായൊരു പരിശ്രമം തീർച്ചയായും നമ്മൾ നടത്തേണ്ടതുണ്ട്. രണ്ട്, മയക്കുമരുന്ന് ലോബികളുടെ പ്രവർത്തനം ഗ്രാമങ്ങളിൽ പോലും ഉണ്ട് ഇപ്പോൾ, ഇല്ലേ? നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും നോക്കിയാൽ പെട്ടിക്കടകളിൽ പോലും കാണാം. പെട്ടിക്കടകളിൽ പോലും ഇതിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന് വാർത്താ മാധ്യമ മീഡിയകളൊക്കെ വളരെ വിശാലമായി അതിൻ്റെ കണക്കുകൾ നിരത്തി നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത്തരത്തിലുള്ള അവസരങ്ങൾ വിശുദ്ധമായ റമദാൻ വരുമ്പോൾ എത്ര മോശപ്പെട്ട ആളുകൾക്കും വഴിമാറി സഞ്ചരിക്കാനും വഴിമാറി ചിന്തിക്കാനും മോശത്തരങ്ങളിൽ നിന്ന് മാറി നന്മയുടെ പാന്താവിലൂടെ ചലിക്കാനുള്ള ഒരു മാനസികാവസ്ഥയെ രൂപപ്പെടുത്തിയെടുക്കലാണ് ഈ വിശുദ്ധമായ റമദാൻ മാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാറുള്ളത്. എന്തൊരു വേദനാജനമെന്ന് പറയട്ടെ, മെഡിക്കൽ ഷോപ്പുകളിൽ കുട്ടികൾ അധികമായി പെയിൻ കില്ലർ വാങ്ങിക്കൊണ്ട് പോകുമെന്ന് പറയാം. പെയിൻ കില്ലർ വാങ്ങി അത് വീടിയുടെ പുറം ഭാഗം അടിച്ച് അതിൻ്റെ ഉള്ളിൽ ഇത് പൊടിച്ചിട്ട് ലഹരി കൂടി ചേർത്ത് എഫക്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് പെയിൻ കില്ലർ ധാരാളമായി ഉപയോഗിക്കുന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പോലും സ്കൂളിലെ ടീച്ചർമാർ പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ നടന്ന കൊടും ക്രൂരതകളും കൊലപാതകങ്ങളും എല്ലാം യുവാക്കളും അതുപോലെ യുവതികളൊക്കെ പ്രതികളാണ്, അല്ലേ? വെഞ്ഞാറം മൂടുന്ന അഫാൻ എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ 5 പേരെയാണ് നിഷ്ഠൂരം കൊല ചെയ്ത് കളഞ്ഞത്, നിർദാക്ഷിണ്യം കൊല ചെയ്ത് കളഞ്ഞത് 5 പേരെയാണ്. വിതുരയിൽ കൊല നടന്നിട്ടുണ്ട്. ചെറ്റച്ചൽ മുഹമ്മദ് ഫായിസ് എന്ന് പറയുന്ന 19കാരൻ തൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരം എത്രയോ നമ്മുടെ കൊച്ചു ജില്ലയായ ഈ തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും എത്രയോ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ സമീപ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഗർഭിണിയായ പെണ്ണുങ്ങളെ പോലും കൊലപ്പെടുത്തിയ സംഭവം നമ്മുടെ ഈ അടുത്ത സമീപകാലത്ത് നമ്മുടെ ജില്ലയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ളൊരു സാഹചര്യവും ഇത്തരത്തിലൊരു കാലാവസ്ഥയും നമ്മുടെ മുമ്പിലുള്ളപ്പോൾ, ഈ വിശുദ്ധമായ റമദാൻ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ ഇവരെ ഒന്ന് നമ്മുടെ ഒരു ടൈമിംഗ് പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസത്തെ കുട്ടികളുടെ പ്ലാനിങ്ങിന് ഉള്ളിലാക്കണം. നമ്മുടെ കുട്ടികളെ നമ്മൾ കണ്ടെത്തണം, ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരികളെ കണ്ടെത്തണം, ഇവരോട് മതബോധമുള്ളവരായി ജീവിക്കാനുള്ള നസീഹത്ത് നടത്തണം, ഉപദേശങ്ങൾ കൊടുക്കണം. ഇങ്ങനെ വഴിവിട്ട് ജീവിതം പോയാൽ, ഭാവി സുരക്ഷിതമല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയാൽ, മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കാലഘട്ടം കഴിഞ്ഞാൽ വഴിയാധാരമായി വഴിയോരങ്ങളിൽ തെരുവ് തോറും നടക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടുപോയി നിങ്ങൾ എത്തിക്കരുതെന്നുള്ള ഉത്ബോധവും ഒരു ബോധനവും നമ്മുടെ ചെറു സമൂഹത്തിന് കൊടുത്ത് തീർച്ചയായും ഈ വിശുദ്ധമായ റമദാനിൽ നിങ്ങൾ കൂട്ടിപ്പിടിക്കണം അവരെ. ഇത്തരത്തിൽ ആളുകൾ മാറ്റി നിർത്തുകയല്ല വേണ്ടത്, ഒരു കാരണവശാലും മാറ്റി നിർത്തുകയല്ല വേണ്ടത്. കഞ്ചാവ് കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാർ കാണാം, ബ്രൗൺ ഷുഗർ കച്ചവടം നടത്തുന്നവർ കാണാം, MDMA കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ സുലഭമായി ഉണ്ട്. പരസ്യമായി നടത്തുന്ന ആളുകളുണ്ട്. അവൻ പരസ്യമായി ചെയ്യുന്നവനല്ലേ, അവനങ്ങ് പോട്ടെ. റമദാന്റെ ചൈതന്യം അവൻ എങ്ങനെ കിട്ടാനാണ്? ഈ ഒരു അബദ്ധജടിലമായ ചിന്താഗതി മാറ്റിവെച്ച് തീർച്ചയായും അത്തരത്തിലുള്ള അബദ്ധ സഞ്ചാരം നടത്തുന്ന, അത്തരത്തിൽ മോശമായ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ചെറുപ്പക്കാരെ കണ്ടെത്തി അവരുടെ തോളിൽ കൈയിട്ട് നിന്റെ പള്ളിയിലെ തറാവീഹി നമസ്കാരത്തിന് കൊണ്ടുവരണം. നിങ്ങളുടെ പള്ളിയിലെ നോമ്പ് തുറക്കി നിങ്ങൾ അവരെ കൊണ്ടുവരണം. മഗ്‌രിബ് നമസ്കാരത്തിന് പള്ളിയിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അവർ ഞങ്ങൾ പങ്കാളികളാക്കണം. തീർച്ചയായും അവരെ വീണ്ടും വലിയ അഗാധമായ ഗർത്തത്തിലേക്ക് തള്ളിയിടാതെ അവരെ കൈപിടിച്ച് ചേർത്ത് നിർത്തി ഒരു ടൈം പ്ലാനിങ് ചെയ്തിട്ട് ഇന്ന ടൈമിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ മോനെ നീ എഴുന്നേക്കണം, നീ ഇന്ന സമയത്ത് ഇടയത്താഴം കഴിക്കാൻ എഴുന്നേക്കണം, ഇത്ര സമയം നീ ഖുർആൻ ഓതണം. ഒരു മാസ കാലഘട്ടം കൊണ്ട് അവൻ്റെ മനസ്സിന്റെ അഗാധതയിലേക്ക് ആഴ്ന്നിറങ്ങിയ മോശത്തരങ്ങളുടെ വേരുകളെ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ പരിശ്രമങ്ങളിലൂടെ ഒരു മഹലിൽ ഒരാളെയെങ്കിലും നമ്മൾ ചേർത്ത് പിടിക്കുന്നതിലൂടെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ, വിശുദ്ധമായ റമദാന്റെ ചൈതന്യം അവന്റെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്കൊരവസരം കിട്ടിയാൽ നമ്മൾ 30 ദിവസം പട്ടിണി ഇരിക്കുന്നതിനേക്കാൾ വലിയ
വലിയ അമലായി ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധമായ തറാവീഹ് നമസ്കാരത്തിൽ ധാരാളം ആളുകളുടെ ഇടയിൽ കൊഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. 8 റക്അത്ത് കഴിയുമ്പോൾ, 10 റക്അത്ത് കഴിയുമ്പോൾ, 6 റക്അത്ത് കഴിയുമ്പോഴൊക്കെ കൊഴിഞ്ഞു പോകുന്ന ആളുകൾ വളരെ നിസ്സാരവൽക്കരിച്ച്, അതിനെ പാർശ്വവൽക്കരിച്ച്, അതിന്റെ ബഹുമതിയെ മനസ്സിലാക്കാതെ അതിനെ ഇങ്ങനെ തൃണവൽക്കരിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന കുറെ ആളുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ ധാരാളമുണ്ട്. വീട്ടിൽ നിന്ന് പള്ളിയിലേക്കാണെന്ന് പറഞ്ഞു വരും, പള്ളിയിൽ എത്താതെ വരും, നടുവഴിയിലും അവിടെ എവിടെയെങ്കിലും സംഘം കൂടിയിരിക്കും, എന്നിട്ട് തറാവീഹ് നിസ്കാരം കഴിഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ആളുകളുടെ ഒപ്പം പോകുന്ന ആളുകളൊക്കെ എത്രയോ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ മാറി വരണം. ഈ വിശുദ്ധമായ റമദാന്റെ ചൈതന്യം എല്ലാ ആളുകളും ഉണ്ടാകണം. എല്ലാ ആളുകളും മോശമാണെന്ന് നമ്മൾ ധരിച്ച് നമ്മൾ എന്തിനാണ് അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്? നമ്മൾ എന്തിനാണ് അവരെ നരകത്തിന്റെ വിറകുള്ളിയാക്കാൻ ആഗ്രഹിക്കുന്നത്? അവരെ കൂടി നമ്മൾ ചേർത്ത് നിർത്തുകയും അവരെ കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ, അതിൽ നിന്നും ഒരാളെങ്കിലും ഇസ്ലാമികമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വന്നാൽ, നല്ല ബുദ്ധിയോടെ നിസ്കാരമുള്ളവരായി മാറിയാൽ, നല്ല ബുദ്ധിയോടെ അവൻ ലഹരി പദാർത്ഥങ്ങൾ 100% ഈ റമദാൻ ഷരീഫിന്റെ അല്പമെങ്കിലും പ്രഭ അവന്റെ ഉള്ളിൽ കടന്നാൽ അത് ഉപേക്ഷിക്കാൻ അവനൊരു മാനസികാവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, അതാണ് നമുക്ക് ദുനിയാവിൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ കൂലിയുള്ള കാര്യം എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോഴേ സഹോദരൻ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ, അല്ലേ? ജീവിച്ചിരിക്കുമ്പോഴേ നമുക്ക് ഈ സുഹൃത്തുക്കളൊക്കെ ചെയ്യാൻ പറ്റൂ, ഇതൊക്കെ നമുക്ക് ചെയ്യാനാകൂ. ഇതിന്റെ എല്ലാം വിലയറിയുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വരാനുണ്ട്, അല്ലേ? ഒരു വിലയറിയുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലേക്ക് വരാനുണ്ട്. അന്ന് കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇന്നാണ് നമുക്ക് നന്മ ചെയ്യാൻ കഴിയുക, ഇന്നാണ് നമുക്ക് നമസ്കരിക്കാൻ കഴിയുക, ഇന്നാണ് നമുക്ക് നോമ്പെടുക്കാൻ കഴിയുക, ഇന്നാണ് നമുക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയുക, ഇന്നാണ് നമുക്ക് ചാരിറ്റി പ്രവർത്തനം നടത്താൻ കഴിയുക, ഇന്നാണ് നമുക്ക് അബദ്ധസഞ്ചാരം നടത്തുന്ന ഒരു കുട്ടിയുടെ കൈപിടിച്ചെങ്കിലും തിരിച്ച് ദീനിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ കഴിയൂ. മരണശേഷം നമുക്കതിന് സാധ്യമല്ല. അതുകൊണ്ട് ഉയർന്ന ആഗ്രഹത്തോടെ റമദാനെ നമ്മൾ സമീപിക്കുക എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷയോടെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ വലിയ പ്രതീക്ഷയോടെ, വലിയ ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ ഈ വിശുദ്ധമായ റമദാന്റെ ചൈതന്യം പകർന്നെടുക്കാൻ നമ്മൾ ശ്രമം നടത്തണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി ഞാൻ ഉണർത്തുന്നു, ഈ വിശുദ്ധമായ റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളിലും നമ്മൾ ഇബാദത്തെടുക്കുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകർ ആരാണ് ഈ വിശുദ്ധമായ റമദാനിനെ പരിഗണിക്കാതെ നടക്കുന്നത്, ആരാണ് നോമ്പെടുക്കാതെ നടക്കുന്നത്, ആരാണ് പള്ളിയിൽ വരാതെ നടക്കുന്നത്, ആരാണ് ഇതിനോട് പുറംതിരിഞ്ഞ മനോഭാവം കാണിക്കുന്നത്, തീർച്ചയായും ഇത്തരത്തിലുള്ള ആളുകളെ കൂടി ചേർത്ത് പിടിച്ച് നിനക്ക് റമദാനിൽ കിട്ടുന്ന ചൈതന്യത്തെ അവരിലേക്ക് കൂടി പകർന്നു കൊടുക്കാൻ നീ ഒരു കാരണമായാൽ അത് വലിയൊരു അമലായിരിക്കും, വലിയൊരു കാര്യമായിരിക്കും, വലിയൊരു പുണ്യമായിരിക്കും ഈ റമദാൻ മാസത്തിൽ നിന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് നിനക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.